ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു JM. ബിഹൈൻഡ് ദി ഫൈറ്റർ ബെൻസ്. ബെൻസ് എന്ന് പറയുമ്പോൾ തന്നെ പല രീതിയിലുള്ള ഓർമ്മകൾ വരും. എനിക്ക് എപ്പോഴും വരുന്നത് ബെൻസേ 35 വർഷമായടാ. ആ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഡയലോഗ് അങ്ങനെയല്ല, ബട്ട് ജോർജ് സാറിന്റെ ഓർമ്മ വരുന്നത്. ആൻഡ് ബെൻസ് എന്ന് പറയുമ്പോൾ പണ്ട് ബെൻസ് പറഞ്ഞാൽ കാർ ആയിരുന്നെങ്കിൽ ഇപ്പൊ ബെൻസ് പറഞ്ഞാൽ ലാലേട്ടനാണ്. സീരിയസ്ലി, തമാശ പറഞ്ഞല്ല, സീരിയസ്ലി. ഓടിയും BMW ഒക്കെ ബെൻസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ലാലേട്ടനാണ്. എനിക്ക് തോന്നുന്നു ഒരു 95% ആളുകൾക്കും സിനിമാ പ്രേമികൾക്കും ബെൻസ് എന്ന് പറഞ്ഞാൽ അതിപ്പോ ലാലേട്ടനാണ്. ഒറ്റക്കൊമ്പൻ എന്ന് കേൾക്കുമ്പോഴും ഓർമ്മ വരുന്നത് സത്യം പറഞ്ഞാൽ ലാലേട്ടനെയാണ്. കാരണം അമ്മാതിരി ഓളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബിഹൈൻഡ് ദി ഫൈറ്റർ എന്ന് പറയുന്ന രജപുത്ര വിഷ്വൽ മീഡിയ പുറത്തുവിട്ടിരിക്കുന്ന ബെൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആക്ഷൻ സീക്വൻസ്, അതിന്റെ ആ ഒരു മേക്കിംഗ് വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യുമെന്നുള്ളത് കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. അത് എന്താ പറയുക, നമ്മുടെ ബർത്ത്ഡേ മാഷപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. വൻ കോപ്പറേറ്റ് ആണ്. ഇതും കോപ്പറേറ്റ് ഉണ്ടാവും, പക്ഷെ വലിയ വിഷയം വരുമെന്ന് തോന്നുന്നില്ല. സോ ലെറ്റ്സ് വാച്ച് ടുഗദർ. റെഡി? ഫൈറ്റ് നേരി കാണുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള ലാലേട്ടൻ നേരി കാണുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന മുഹൂർത്തങ്ങളായിരുന്നു. ക്യാരക്ടർ ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഈസ് എ ഫൈറ്റർ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്നത് ഈ ഫൈറ്റ്സ് ഡിസൈൻ ചെയ്യാൻ, ഫൈറ്റ്സ് എൻഗേജിങ് ആക്കി ഒരു കഥയുടെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്ത് ലാലേട്ടന്റെ മാസ് ചെയ്തുകൊണ്ട് തന്നെ ആ സ്കോർ എല്ലാം ചെയ്തിരിക്കുന്നത്. സോ നല്ലൊരു ബാലൻസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാം, അതും വളരെ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിലൊക്കെ അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാര്യം അതിനകത്ത് ഭയങ്കരമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റൺ സിൽവ എന്ന് പറയുന്ന ഒരു കോറിയോഗ്രാഫർ, ഫൈറ്റ് കോറിയോഗ്രാഫർ, അപ്പം ഷൂട്ടിൻ്റെ മുമ്പ് തന്നെ ഫുൾ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റിൻ്റെ ഇമോഷൻ എന്താണെന്ന് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ മാസ്റ്റർ ആ ഇമോഷൻ എന്നാണ് ഫൈറ്റ് കോറിയോഗ്രാഫി. എല്ലാവരും കോരിസ്തരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൽ, ആ ജമ്പ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിനകത്ത് പല സീക്വൻസിനെ കുറിച്ചും സാറ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനോട് പറഞ്ഞ പേപ്പറിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ പടത്തിലുണ്ടാകും. എന്ത് ചെയ്താലും എവിടെ തട്ടിയാലും മുറിയുകയും അതുപോലത്തെ റിസ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഒറിജിനലായിട്ടൊരു ഉള്ളത് അടിച്ചു അതിനകത്തും വരുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ ആണെങ്കിലും അതിൻ്റെ എഡിറ്റ് ആണെങ്കിലും അതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി വളരെ സ്ലിപ്പായിട്ടുള്ള റബ്ബർ തോട്ടത്തിൽ ഷൂട്ട് ചെയ്യുന്ന മഴയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടൈമിങ് എങ്ങനെ വരും, അല്ലെങ്കിൽ ആരെങ്കിലും സ്ലിപ്പാവുമോ, അത് വളരെ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഇതായിരുന്നു. ദൈവാധീനം കൊണ്ട് അങ്ങനെയുള്ള സംഭവിച്ചില്ല. സോ ത്രൂ ഔട്ട് ദ പ്രോസസ് വിഷ്ണുവും തരുണും നമ്മുടെ മ്യൂസിക് ടീമൊക്കെ ആയിട്ടുള്ളൊരു കമ്പൈൻഡ് ഡിസ്കഷൻ ആൻഡ് ഒരു എന്താ പറയുക, ഒരു ബാക്ക് ആൻഡ് ഫോർത്തിൻ്റെ ഭാഗമായിട്ടാണ് ഐ തിങ്ക് ദീസ് ഫൈറ്റ്സ് ആർ കം ഔട്ട് വെൽ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഫോക്കസും പിന്നെ അതിൻ്റെ കഥാപരമായിട്ട് അതിലുള്ളൊരു ഇമോഷൻ അതിൻ്റെ ഫുള്ളസ്റ്റിൽ ഡെലിവർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ടോട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫൈറ്റുകൾ ശ്രദ്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു പ്രയോജനം ഈ തുടർന്ന സിനിമയിലുണ്ട്. അത് എല്ലാവരും എടുത്തു പറയുന്നത് ഈ ഫൈറ്റിനെ കുറിച്ചാണ്. അടിയുടെ കാരണം ജെന്യൂൻ ആകണം, അല്ലാണ്ട് വെറുതെ ഒരു സ്റ്റൈലിഷ് അല്ലെങ്കിൽ ലാലേട്ടനെ ആഘോഷിക്കാൻ നമുക്ക് പറ്റില്ല. അടിയറ എന്ന് തിയേറ്ററിൽ പ്രായഭേദമെങ്കിൽ അച്ഛനും അമ്മയും അമ്മമാരും അപ്പൂമാരും ഒക്കെ അടിയടാവനെന്ന് പറയുന്ന സമയത്ത് വേണം അടികൾ സംഭവിക്കാൻ. അത് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ എക്സൈറ്റ്മെന്റ്. താങ്ക് യു ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. കോഴ്സ് ഇമ്മതൊരു സാധനം പഠിച്ചു വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ.
അത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ BTS കാണുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്ത് റിയൽ ആയിട്ടാണ് ലാലേട്ടനെ ചെയ്യണത്. ഇതിന് മുമ്പ് ഒരുപാട് സിനിമകൾ, ഇപ്പോൾ പുലിമുരുകൻ സിനിമ ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ഒരു വാർത്ത വന്നത്. എത്രമാത്രം റിയലാണ് കാര്യങ്ങൾ എനിക്കറിയില്ല. അത് മമ്മൂക്ക സെറ്റിൽ പോയെന്നും അവിടുത്തെ എന്താ പറയുക ഫൈറ്റ് കൊറിയോ നമ്മളെ ഇദ്ദേഹം പേര് എനിക്ക് കേട്ടെന്ന് ഓർമ്മയിട്ടില്ല, അയ്യോ, പീറ്റർ ഹെയ്ൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നാണ് കേട്ടത്. അതായത് ലാലിന് ഭ്രാന്താണ്, ഓരോന്ന് എന്ത് പറഞ്ഞാലും മൂപ്പര് ചെയ്യും, ശ്രദ്ധിച്ചോണം, ആരോഗ്യം ശ്രദ്ധിച്ചോണം, ശരീരം ശ്രദ്ധിച്ചോണം എന്ന രീതിയിൽ ഒരു സംഭവം. അതായത് ലാലേട്ടൻ അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് തന്നെ. എന്താണോ പറയുന്നത് അത് ചെയ്യാം, ഓക്കെ റെഡി, ഓക്കെ മോനെ, എന്താ മോനെ. ബട്ട് അവിടെ റീസണബിൾ ആയിട്ടുള്ള അങ്ങനത്തെ സമയത്ത് ആയിരിക്കണം. വെറുതെ ഒരു ചോദ്യം കറക്റ്റ് ആയിട്ട് ചോദിച്ച് അത് ഓക്കെ ആയി കൺവിൻസ്ഡ് ആകുമ്പോഴാണ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അത് മലയാളത്തിന്റെ പ്രത്യേകത തന്നെ. അതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്ര കറക്റ്റായി നോക്കി ചെയ്യുന്നത് കൊണ്ടാണ് മലയാളം ഇന്റലിജന്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴും. ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ റിയൽ ആയിട്ട് നിൽക്കാനുള്ള കാരണം അതാണ്. സോ ഇതെന്തായാലും ഇത് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കുറേ പേര് പറഞ്ഞു, പക്ഷെ അത് നോക്കിയിട്ടില്ല. ഈ ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത്. എന്ത് റിയൽ ആയിട്ടാണ് ചെയ്തതെന്നാണ് ആലോചിക്കുന്നത്. എത്ര രസമായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ അവിടെ ഉണ്ടാകുന്ന സൗണ്ടും ലൈവായിട്ട് ചെയ്യുകയാണല്ലോ. ഇങ്ങനെ പോയൊരു മാസ്റ്റർ ഷോട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ മിക്ക സാധനത്തിനും. കംപ്ലീറ്റ് ആ ആക്ഷൻ സീക്വൻസ് ആണ്, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ലൈവായിട്ട് അങ്ങനെ ചെയ്യുന്നതിന് ചലഞ്ചിങ് ഉണ്ട്, ബുദ്ധിമുട്ടാണ്. ആൻഡ് അത് കാണുമ്പോൾ തന്നെ മെഡിറ്റ് ചെയ്ത് പല ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തൊക്കെ ഉണ്ട്. പക്ഷെ ഒരു മാസ്റ്റർ പോകാം എന്ന് പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഒരു സാധനമൊക്കെ ഒരാളെ അടിച്ച് ഇങ്ങനെ തിരിഞ്ഞ് മറ്റേ ആൾ വന്ന് ഇതിട്ട് തിരിച്ച് പോയി ഇടിച്ച് ചവിട്ടി അങ്ങനെ കുറേ ഭാഗങ്ങൾ ചെയ്യണമെങ്കിൽ അത് ആക്ഷൻ സീക്വൻസ് എടുക്കുന്ന സമയത്ത് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ലാലേട്ടൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുകയാണത്. അതിന്റെ എക്സ്പീരിയൻസ് കൂടെ ആവാം. ആൻഡ് സ്റ്റൺ സിൽവ പുള്ളിക്കാരന്റെ ഒരു ഒരു കൈ സഹായം അവിടെ ഉണ്ടാവാം. ആൻഡ് ഓഫ് കോഴ്സ് അരുൺ മൂർത്തിനെ പോലെ ഡയറക്ടർ എല്ലാം കൂടി ഒത്തുചേർന്നപ്പോൾ ഒരു കിടന്ന സിനിമയാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ബെൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് എവർ ക്യാരക്ടർ നമ്മുടെ ലാലേട്ടൻ ചെയ്തത് വെച്ച് എന്ന് പറയാൻ ധൈര്യമായിട്ട് പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ആൻഡ് ആ കംബാക്ക് ഞെട്ടിച്ച് കളഞ്ഞു. ഇപ്പോഴും കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, കാണാൻ പറ്റിയില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് OTT വന്നിട്ടുണ്ട്, അങ്ങനെയെങ്കിലും കാണാൻ ശ്രമിക്കുക. തിയേറ്റർ എന്തായാലും നിങ്ങൾക്ക് മിസ്സായി, ബട്ട് ഇങ്ങനെ മിസ് ചെയ്യാതിരിക്കുക. വൺ ഓഫ് ദി ബെസ്റ്റ് പക്ക ഗൂസ് ബംസ് തരുന്ന കിടിലൻ പടമാണ് തുടരും.